SPB സാർ എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇത്ര വലിയ ഗായകനും ഇത്രയും വലിയ പൊസിഷനും അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ചെറിയ ചെറിയ ഞങ്ങളെ പോലുള്ള അന്ന് വളരെ ഒരു റിതം ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന മ്യൂസീഷ്യൻസിനോട് പോലും അയാൾ കാണിച്ചിരുന്ന ആദരവ്, അയാൾക്ക് എല്ലാവരും ദ വേ ഹി ബിഹേവ്സ്, എല്ലാവരും അദ്ദേഹത്തിന്റെ മേലെയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഞാനൊന്നുമല്ല, എന്തോ ഒരു പാട്ട് പാടുന്ന ഒരു പാട്ടുകാരനാണെന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ ചിന്തയിലുള്ളൂ എപ്പോഴും. അതുകൊണ്ടാണ് എത്ര ചെറിയ മ്യൂസീഷ്യൻ ആയാലും ഹി ഗിവ്സ് റെസ്പെക്ട് എവറി വൺ, ഈച്ച് ആൻഡ് എവരി വൺ. അതില്ലാണ്ട് എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മ്യൂസിക് കമ്പോസിഷനിൽ അദ്ദേഹത്തിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ സ്കോറൊക്കെ ചെയ്യുന്ന നേരത്ത് എന്നെ വയലിൻ വായിക്കാൻ വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പേഴ്സണൽ താല്പര്യക്കാരനാണ്. എനിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ സിംഗിങ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറിട്ട അനുഭവമാണ്. കാരണം മറ്റ് പാട്ടുകാർ പാടുന്ന പോലെയുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അഭാവം, അതായത് ആ ക്യാരക്ടറിന് എങ്ങനെയൊക്കെ എന്തൊക്കെ വേരിയേഷൻസ് തന്റെ സിംഗിങ്ങിലൂടെ കൊടുക്കാൻ പറ്റും, വെറൈറ്റീസ് കൊടുക്കാൻ പറ്റും. അത് അന്ന് കാലത്തെ പടങ്ങളും അന്ന് കാലത്തെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളുടെയൊക്കെ ആ ഒരു വലിയ വിജയത്തിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പാടിയ രീതിയിൽ, ശൈലിയിലൂടെ അദ്ദേഹത്തിന് അത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു സകല കലാവല്ലഭനാണ്, സംഗീതം ചെയ്തിട്ടുണ്ട്, അഭിനയിക്കും. ഇതെല്ലാത്തിലുപരി അദ്ദേഹം എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഒരാളോടും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തൊക്കെ മനസ്സിൽ ഇത്തിരി അഹങ്കരിക്കാമായിരുന്നല്ലോ, പക്ഷെ ഒന്നുമില്ല. നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്ന വ്യക്തികളെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അതിൽ വളരെ നമ്മൾക്ക് പെട്ടെന്ന് മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്റെ ആദ്യത്തെ പാട്ട് ഒരു വെൺമേഘ ഹംസങ്ങൾ എന്ന് പറഞ്ഞ് മമ്മൂട്ടി അഭിനയിക്കുന്ന ഡെന്നിസ് ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആദ്യ സംരംഭം, അതിനുവേണ്ടി ഒരു പാട്ട്, ആ പടത്തില് മമ്മൂട്ടിയും സുമലതയും ആണ് ഹീറോയിൻസ്. അങ്ങനെ ഞങ്ങൾ പൂജ റെക്കോർഡിംഗ് ഒക്കെ നടത്തി. അപ്പൊ അതിലൊരു ട്രാക്കൊക്കെ പാടി. അന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ മാജിക്കൽ വോയിസ് എന്നൊക്കെ പറയുന്നത്. എന്റെ ആ പാട്ട് അതുവരയ്ക്കും ഞാൻ ട്രാക്കൊക്കെ പാടി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹം വന്നിട്ട് അത് പാടുന്ന എന്തെന്നാ പറയാ, അദ്ദേഹത്തിന്റെ ശബ്ദം, അത് ആ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശ്രുതിച്ചു വരും. ഇന്നത്തെ കാലത്തെ പോലെ എല്ലാം ടേബിൾ ടോപ്പിൽ നമ്മൾ ശ്രുതി ശരിയാക്കണല്ലോ, ആ പ്രശ്നം അദ്ദേഹത്തിനില്ല. പെർഫെക്റ്റ് പിച്ചിങ്ങില് പാടുമ്പോൾ അദ്ദേഹം ഒരു പാർട്ട് പാടിയിട്ട് അതിന്റെ കൂടെ ഞാൻ ഹാർമണൈസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ടും കൂടി അയാൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർമണി ഉണ്ടല്ലോ, അത് ശ്രുതി ചേർന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് ശ്രുതിയും താളവും ഒരുമിച്ച്, ഭാവവും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് ആ പെർഫെക്റ്റ് ആ ഹാർമണി നമുക്ക് സൗണ്ട് ചെയ്യുള്ളൂ. വേറൊരു വേറൊരു അനുഭവമാണത്. അത് ആ പാട്ടിൽ ഞാൻ അനുഭവിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതാണ്. പിന്നെ എന്റെ മറ്റേ ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്, ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കൂടുതലും ഞാൻ ഒരുപാട് വർക്കുകൾ അദ്ദേഹം പാട്ട് പാടാൻ വരുന്നിടത്തൊക്കെ ഞാനും വയലിനിസ്റ്റ് ആയിട്ട് ഇളയരാജ എവിടെയൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി വി വർ വെരി മച്ച് അറ്റാച്ച്ഡ്. പക്ഷെ ഞങ്ങൾ ഡെയിലി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം എന്റെ അടുത്ത് എപ്പോഴും പറയും, ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് അദ്ദേഹം എന്റെ അടുത്ത് പറയാനുള്ള ഒരു വാക്കാണ്, അതൊക്കെയാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും അദ്ദേഹത്തിനെ എയർപോർട്ടിലോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എനിക്കൊക്കെ ചെറിയൊരു മനസ്സിലൊരു പശ്ചാത്താപം, അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് പാടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വേറൊരു പുലി നിൽക്കില്ലേ, യേശുദാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിങ്ങനെ അളമുട്ടി എങ്ങനെ ഇദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കുക, എങ്ങനെ. അപ്പോ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയും, എന്റെ ഫേസ് നോക്കി റീഡ് ചെയ്യും അദ്ദേഹം, ഔസേപ്പച്ച അത് കവലപ്പെടാതെ ഞാൻ ரொம்ப എന്നെ അപ്പോഴും അയാളാണ് പറഞ്ഞു, ഞാൻ ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്ന യേശുദാസ് അണ്ണ,
அவரு உங்ககிட்ட இருக்கும்போது நான் எதுக்கு பாடணும்? நீங்க நல்லா பாட்டு பண்றீங்க. அவரு உங்கள்ட்ட பாட்டு பாடி அருமையா பாடிட்டு இருக்கீங்க. நான் அது வந்து கெடுக்க விரும்பல. ஒன்னாவது மலையாளம் இட்ஸ் எ டிஃபிகல்ட் லாங்குவேஜ் ஃபார் மீ ஆல்சோ. அதனால என்ன பார்க்கும்போது அப்படி ഒരു കവലയേ വേണ്ട அப்படின்னு എന്റെ അടുത്ത് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു. എനിക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോ ഒരു ചെറിയൊരു നമുക്ക് മനസ്സിലൊരു സങ്കോചം ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഇത്രയും അടുത്ത് ആ പടങ്ങൾ ഒരുപാട് ചെയ്തിരുന്ന സമയമുണ്ട്. അപ്പോഴും എനിക്ക് അദ്ദേഹത്തിന് പാട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു ഖേദം എപ്പോഴും ബാക്കിയുണ്ട് എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.